ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നും കുക്കിംഗ് വീഡിയോ കണ്ട് ബോറടിച്ചില്ലേ? അപ്പം നമുക്കൊന്ന് അമ്പലത്തിൽ പോയി വന്നാലോ? ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇവിടെ ഒന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിൽ തന്നെ ആവട്ടെ അതൊന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ട് ഇന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മൾക്ക് അവിടെ ജനറൽ ക്യൂവിന് നല്ല തിരക്കായിരിക്കും. അപ്പോൾ വെർച്വൽ ക്യൂ സംവിധാനമുണ്ട്, അത് ഫ്രീ ആണ്. അപ്പോൾ അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകിട്ട് 8 to 9 മണി വരെയുള്ള സ്ലോട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. നമ്മളൊരു 7:30 ആകുമ്പോഴത്തേക്കും അവിടെ എത്തിയിരുന്നു കേട്ടോ. ബ്ലോക്ക് ഉണ്ടാവും, വഴിയിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം ഓൾമോസ്റ്റ് നടതുറപ്പ് മഹോത്സവമൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ തിരക്കുണ്ടായിരുന്നു. അത് പ്രതീക്ഷിച്ചാണ് നമ്മളൊരു അരമണിക്കൂർ മുമ്പ് എത്താമെന്നുള്ള രീതിയിൽ തന്നെ ഇറങ്ങിയത്. അതെന്തായാലും ഭാഗ്യമായി. കാരണം ബ്ലോക്ക് ഉണ്ടെങ്കിലും നമ്മളൊരു 7:45 കഴിഞ്ഞ് ആയപ്പോഴത്തേക്ക് എത്തിയിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തത് അവിടെ അതിനൊരു എൻട്രൻസ് ഉണ്ട്, അവിടെ കാണിച്ച് കഴിയുമ്പോൾ അവരതിൻ്റെ പ്രിൻ്റ് ഔട്ട് തരും. അതുകൊണ്ട് വേണം നമ്മൾ ക്യൂ നിൽക്കാനായിട്ട്. ഓക്കെ, കാരണം ക്യൂവിലേക്ക് കയറുന്നതിന് മുന്നേ ഈ പാസ് അവർ ചോദിക്കും കേട്ടോ. പാസ്സൊക്കെ എടുത്ത് നമ്മളിത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ തിരുവൈരാണിക്കുളം അമ്പലം ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടു. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പോയിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞങ്ങൾ രണ്ടാൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഈ തിരുവൈരാണിക്കുളം ക്ഷേത്രം എന്ന് പറയുന്നത് ശിവനും പാർവതിയും ഒരേ ശ്രീകോവിലിൽ കിഴക്ക് പടിഞ്ഞാറ് ദർശനമായിട്ടിരിക്കുന്നതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ വർഷത്തിൽ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ 12 ദിവസം മാത്രം ആയിരിക്കും പാർവതി ദേവിയുടെ നട തുറക്കുക. അത് ഈ ക്ഷേത്രത്തിന് മാത്രം ഒരു പ്രത്യേകതയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. കാരണം സ്ത്രീകളാണ് നമ്മുടെ മംഗല്യ കാര്യങ്ങൾക്കും അങ്ങനെ പ്രത്യേക വഴിപാടുകൾ നടത്തുന്ന ഒരു അമ്പലം കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്ത്രീകളുടെ ശബരിമല എന്ന് വിളിക്കുന്നത്. കാരണം ഈ 12 ദിവസങ്ങളിൽ മംഗല്യ സൗഭാഗ്യത്തിനാണ് സ്ത്രീകൾ കൂടുതലായി ദർശനത്തിനെത്തുന്നത്. പിന്നെ ഈ ഒരു 12 ദിവസം മാത്രം നട തുറക്കുന്നതിന് മുന്നിൽ രസകരമായ ഒരു ഐതിഹ്യം കൂടി ഉണ്ട് കേട്ടോ. തിടപ്പള്ളിയിൽ പാർവതി ദേവി സ്വയം ഭക്ഷണം പാകം ചെയ്തിരുന്നത് ഒരു നമ്പൂതിരി കണ്ടതിനെ തുടർന്ന് ദേവി 12 ദിവസത്തേക്ക് ദർശനം നൽകാമെന്ന് അരുൾ ചെയ്ത് അപ്രത്യക്ഷയായി എന്നാണ് ഐതിഹ്യം. രസകരമായിട്ടുണ്ടല്ലേ? അപ്പോൾ ഞങ്ങളിത് ക്യൂവിൽ കയറി. കുറച്ച് തിരക്കുണ്ട്, പക്ഷെ നോർമൽ തിരക്കില്ല. നോർമലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വരി ഫുള്ള് നിറഞ്ഞേനെ. ഇതിപ്പോൾ ഞങ്ങളൊരു കോർണറിൽ മാത്രമേ തിരക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ക്യൂ നിന്ന് ഒരു 1 hour ക്യൂ നിന്ന് നമ്മളിതാ ഉള്ളിൽ കയറാൻ പോവാണ്. ഉള്ളിൽ കയറുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, കാരണം അവിടെ ക്യാമറ അലൗഡ് അല്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ദേവിയെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങിയത് അവിടെ ആ പൂമാലകൾ ഇട്ടിരിക്കുന്നതാണ് ദേവിയുടെ ക്ഷേത്രത്തിലേക്കുള്ള നമ്മളുടെ മെയിൻ എൻട്രൻസ് വരുന്നത് കേട്ടോ. അവിടെ നിന്നാൽ അവിടെ പുറത്ത് നിന്നാൽ തന്നെ നമുക്ക് ദേവീനെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ ആ ഉള്ളിൽ കയറി ദേവിയെ നല്ലോണം തൊഴുത് അതിനുശേഷം ദേവിയുടെ പ്രസാദമായ അരവണയും ഉണ്ണിയപ്പവും വാങ്ങാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതും വാങ്ങി കുറച്ച് നേരം അവിടെ ഉത്സവമായെന്ന് അറിയാമല്ലോ, ഒരുപാട് കടകളുണ്ടാവും. അപ്പോൾ ആ കടകളൊക്കെ നോക്കി ഒന്നും സാധനം നമ്മൾ വാങ്ങിയിട്ടില്ല, പക്ഷെ കടകളൊക്കെ ഇങ്ങനെ കണ്ട് വീഡിയോ എടുത്ത് കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് നമ്മളൊരു 7:45 8 മണിയാകാറായപ്പോൾ ക്യൂ നിന്നാണ് നമ്മളൊരു 9:30 ആയപ്പോൾ തൊഴുതിറങ്ങിയിരുന്നു. ഫുൾ നമ്മൾ ഈ ഉണ്ണിയപ്പം വാങ്ങലും എല്ലാ പരിപാടിയൊക്കെ വെച്ച് നമ്മൾ 9:30 ആയപ്പോൾ ഇറങ്ങിയിരുന്നു കേട്ടോ. എന്നിട്ട് കുറേ നേരം അവിടെ കടകളൊക്കെ നോക്കി നടന്നു. മാക്സിമം എല്ലാവരും ലിക്വിഡ് ക്യാഷ് കരുതുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ, കാരണം എല്ലായിടത്തും QR വർക്ക് ചെയ്യില്ല. നമ്മൾക്കങ്ങനെ ഒരു പണി കിട്ടിയത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം അതിലെല്ലാം നടന്നു. പിന്നെ ഓൾമോസ്റ്റ് ലേറ്റായി, നമുക്ക് നാളെ ജോലിക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തെത്തിയപ്പോൾ അമ്പലത്തിൻ്റെ ലൈറ്റ്സ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരു പറശ്ശിനി ലുക്കൊക്കെ എനിക്ക് തോന്നി, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.